തൃശൂർ കുന്നംകുളത്ത് വീണ്ടും പോലീസ് മർദ്ദന പരാതി. CPM ഏരിയ കമ്മിറ്റിയാണ് കുന്നംകുളം പോലീസിനെതിരെ പരാതി ഉന്നയിച്ചത്. SI വൈശാഖും മറ്റു പോലീസുകാരും വഴിയേരിയിൽ കൂടി നിന്നവരെ മർദ്ദിച്ചു എന്നാണ് പരാതി. CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 6 പേർക്ക് മർദ്ദനമേറ്റു. SI വൈശാഖിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധമുണ്ടാകുമെന്നും CPM മുന്നറിയിപ്പ് നൽകി. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, വീണ്ടും കുന്നംകുളം പോലീസിനെതിരെ ഒരു പരാതി വരികയാണ്. എന്നാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. അജി കുഞ്ഞുമോൻ നേരത്തെ ഇക്കാര്യത്തിൽ പരാതിയുമായി രംഗത്തെത്തിയത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു എന്നായിരുന്നു വലിയ വിവാദമാവുകയും അതിൽ നടപടി ഉണ്ടാവുകയും ചെയ്തതെങ്കിൽ ഇത്തവണ പോലീസ് ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന CPM-ലെ തന്നെ പ്രാദേശിക ഘടകമാണ് ഇക്കാര്യത്തിൽ പോലീസിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് എന്നുമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കുന്നംകുളം പോലീസ് ഗുണ്ടകളാണെന്നാണ് പാർട്ടി പറയുന്നത്. CPM ഏരിയ കമ്മിറ്റിയാണ് പോലീസിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. SI വൈശാഖും മറ്റു പോലീസുകാരും വഴിയരികിൽ കൂടുന്നവരെ മർദ്ദിച്ചു എന്നാണ് പരാതി. CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 6 പേരെ മർദ്ദിച്ചുവെന്നും വൈശാഖ് കർശന രംഗത്ത് വന്നുകൊണ്ട് CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി പറയുന്നു. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് ശേഷം പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ അകാരണമായി മർദ്ദിച്ചു എന്നാണ് CPM ഏരിയ കമ്മിറ്റി ആരോപിക്കുന്നത്. വൈശാഖിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും പാർട്ടി ഘടകം നൽകുന്നുണ്ട്. ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയും ആഘോഷ പരിപാടികളിൽ കുന്നംകുളം പോലീസ് സ്ഥിരമായി നിരപരാധികളെ മർദ്ദിക്കുന്നു എന്നും ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പുറത്തു വന്ന വാർത്താക്കുറിപ്പിൽ ഏരിയ കമ്മിറ്റി പറയുന്നുണ്ട്. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി കൊച്ചനിയന്റെ പ്രസ്താവനയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ പോലീസിനെതിരെ വരികയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതും അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതും വലിയ വിവാദമായിരുന്നു. ഇത്തവണ ഭരണകക്ഷിയിൽപ്പെട്ട CPM തന്നെയാണ് ഇക്കാര്യത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അജി, ശരി, നടരാജാണ് വിവരങ്ങൾ നൽകിയത്.